I've been dreaming on in my head like I've seen it. A life worth living is a life with meaning. ഹായ്, എല്ലാവർക്കും ഫുഡി ബോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഫുഡി ബോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി സ്നാക്സ് ഐറ്റമാണ്. നമ്മുടെ 4 മണിക്കൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി പലഹാരം ഏത്തപ്പഴം വിളയിച്ചത്. നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിത് 1/2 കിലോ ഏത്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ പഴം വിളയിച്ചത് ഉണ്ടാക്കാനൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുക്ക് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമുക്ക് ആദ്യമേ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് മെൽറ്റായിട്ട് വരട്ടെ. അപ്പോൾ നമ്മുടെ നെയ്യ് അടിപൊളിയായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മുടെ ഈ അരിഞ്ഞ പഴക്കഷ്ണം കുറേച്ച് ഇട്ട് കൊടുക്കണം. പഴം ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഫൈനായിട്ടൊന്ന് ഇളക്കണം. ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗങ്ങളിലും നെയ്യൊന്ന് പറ്റി അതൊന്ന് ഫൈൻ ഫ്രൈ ആയിട്ട് വരണം. അപ്പോൾ നമ്മളിത് പഴം നല്ലോണം ഇളക്കാണ്. ഇത് ഉടച്ച് കളയരുത്, കുത്തി ഉടയ്ക്കരുത്. ജസ്റ്റ് ഒന്ന് ഇതൊന്ന് റോസ്റ്റ് ആവട്ടെ. അപ്പോൾ നമ്മളിത് നമ്മുടെ പഴം നല്ലോണമൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കൂടുതൽ ഇട്ട് ഉടച്ച് കളയരുത്. ഇനിയിപ്പോൾ നമുക്കിത് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. അതിന് ശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. ഇതിപ്പോൾ നമ്മൾ പഴം റോസ്റ്റ് ചെയ്യാൻ എടുത്ത അതേ നെയ്യാണ്. അതിനകത്തോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലോണമൊക്കെ ഒന്ന് മെൽറ്റാവട്ടെ. ഇപ്പോൾ നല്ലോണമൊക്കെ മെൽറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ നല്ല ചൂടിലാണ് വെച്ചേക്കുന്നത്. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് ആദ്യമേ അണ്ടിപ്പരിപ്പ് ഒരു 5-6 അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് കുറച്ച് മുന്തിരിങ്ങ അതും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ മുന്തിരിങ്ങയൊക്കെ ഒരു ബൗള് രൂപത്തിലോട്ട് വരും. നല്ലോണം ബൾജ് ചെയ്ത് വരും. അതുവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ ഇതേണ്ട നല്ലോണം നമ്മളൊന്ന് ഫ്രൈ ചെയ്തിട്ടുണ്ട്. നമ്മുടെ മുന്തിരിങ്ങ ഇതേ ഒരു ബൗള് രൂപത്തിലായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതങ്ങ് കോരി മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ മുന്തിരിയും കശുവണ്ടിയൊക്കെ നമ്മൾ വറുത്ത് മാറ്റിയിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ ആ സെയിം നെയ്ക്കകത്ത് തന്നെ ഒരു ബൗള് തേങ്ങാപ്പീര ഇടുകയാണ്. ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്താൽ മതി. തേങ്ങാപ്പീര അടുക്കി പിടിക്കാതെ ശ്രദ്ധിച്ചോണം. നമ്മൾ എത്രത്തോളം പഴം എടുക്കുന്നുണ്ടോ അതിനനുസരിച്ച് തേങ്ങാപ്പീര എടുക്കണം. എന്നാലേ ആ ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ഈ കൂട്ടത്തിൽ തന്നെ നമുക്ക് 2 ഏലക്ക എടുത്ത് ചതച്ചതിനകത്ത് ഇടാം. എന്നിട്ടെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ തേങ്ങാപ്പീര കരിയരുത്, അത് ശ്രദ്ധിച്ചോണം. അപ്പം നമ്മൾ തേങ്ങയ്ക്ക് ഇത് ചെറിയൊരു ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് അല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം 3 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഒരുപാട് വേണമെന്നില്ല. ഇപ്പം നമ്മുടെ കുഞ്ഞു പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും ഈ സാധനം. ഇപ്പം 3 ടീസ്പൂൺ പഞ്ചസാര ചേർത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ലായനി വേണമെങ്കിലും ചേർക്കാം. അപ്പം നമ്മുടെ പഞ്ചസാര ഇത് നല്ലോണം നമ്മൾ ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ തന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടി വറുത്തതും കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക്. എന്നിട്ട് എല്ലാം കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ നല്ല ഇൻഗ്രീഡിയൻസ് നല്ലോണം ഇതേ ചൂടാക്കി ഫ്രൈ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ വറുത്ത് വെച്ചേക്കുന്ന പഴം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ പഴം കുത്തി ഉടയ്ക്കരുത്. കുത്തി ഉടച്ച് കഴിഞ്ഞാൽ അതിനൊരു ടെക്സ്ചറും കിട്ടത്തില്ല, ആ ടേസ്റ്റും കിട്ടത്തില്ല. കുഴാന്നായിപ്പോവും. അപ്പം നല്ല രീതിയിൽ ഇത് ഇളക്കിയെടുക്കുക. അപ്പോൾ ഇതൊരു 2 മിനിറ്റും കൂടി നമുക്ക് ഇതേപോണൊക്കെ ഒന്ന് ടോസ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മളിതേ നല്ലോണം നമ്മുടെ പഴം വിളയിച്ചത് ഉണ്ടാക്കിയെടുത്തേക്കാണ്. ഇനിയിപ്പോൾ ഇത് ഒരുപാട് ഇട്ട് ഇളക്കി കുത്തിപ്പൊടിക്കാനൊന്നും നിൽക്കരുത്. ഇതാണ് ഇതിൻ്റെ ഒരു സ്റ്റൈല്. അടിപൊളിയായിട്ട് ഇതേ വന്നിട്ടുണ്ട്. നമുക്ക് അടിപൊളിയായിട്ട് ഇതൊന്ന് സെർവ് ചെയ്തെടുക്കാം. I've been dreaming on in my head like I've seen it. A life worth living is a life with me.
അപ്പം നമ്മുടെ ഏത്തപ്പഴം എന്ത് ചെയ്യുക അടിപൊളിയായിട്ട് വിളയിച്ചെടുത്തേക്കാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാൻ. നമ്മൾ പണ്ട് അവലൊക്കെ വിളയിച്ച് കഴിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ട് തന്നെ നല്ല ടേസ്റ്റുള്ളൊരു സാധനമാണിത്. അത് മാത്രമല്ല ഇത് നല്ലൊരു എന്താ പറയുന്നത് എനർജറ്റിക് ആയിട്ടുള്ളൊരു ഫുഡാണ് ഈ നെയ്യന ഏത്തപ്പഴമൊക്കെ. അപ്പോൾ നമുക്കിത് അടിപൊളിയായിട്ട് വീട്ടിൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇനിയിപ്പോൾ ഒരു അടിപൊളി അടുത്ത വീഡിയോയായി വരുന്നിടം വരെ ബൈ ബൈ.